നെറുകയിൽ സിന്ദൂരം അണിയേണ്ടതിനും ഒരു രീതിയുണ്ട്. പലരും പല രീതിയിലാണ് സിന്ദൂരം അണിയുന്നത്. ഇപ്പൊ സൈഡിൽ നിന്നൊക്കെ മുടി വകയുന്നവരാണെങ്കിൽ ആ വശത്ത് സിന്ദൂരം അണിയുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചെറിയ ഡോട്ട് പോലെ തൊടുന്നവരുണ്ട്. ഇന്ന് മിക്കവാറും ആളുകളും ഈ സ്റ്റിക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ചെറിയ ഒരു ഭംഗിക്ക് വേണ്ടി തൊടുന്നത് പോലെ സിന്ദൂരം തൊടുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാരിപ്പൊത്തി നെറുകയിൽ നീളത്തിൽ അണിയുന്നവരും നെറുകയിൽ നിന്നും താഴേക്ക് ഇറക്കിയും തൊടുന്നവരും ഒക്കെയുണ്ട്. ഇതൊന്നും തന്നെ നല്ലതല്ല എന്ന് വേണം പറയാൻ. മോതിരവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് ആ പിടിയിൽ എടുക്കാവുന്നത്ര കുങ്കുമം എടുത്ത് മിതമായ രീതിയിൽ തൊടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മധ്യഭാഗത്ത് സിന്ദൂരം തൊടുന്നതാണ് ഏറ്റവും ഉത്തമം എന്നല്ല, സിന്ദൂരം തൊടേണ്ടത് അവിടെയാണ്. അല്ലാതെ ഈ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തൊടുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും സിന്ദൂരത്തിന്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ചാന്തോ പോലുള്ള സാധനങ്ങളാണ് സൂക്ഷിക്കുന്നത്. അവർ അത് വെച്ചിട്ടാണ് സിന്ദൂരം അണിയുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഒരു കുങ്കുമച്ചെപ്പ്.